പൂരാടം നാളും ധനുക്കൂറിൽ വന്നു ചേരുന്നതാണ്. 4ലേക്കാണ് ശനിയുടെ മാറ്റം. വിചാരിക്കുന്നത് പോലെ അത്ര അനുകൂലമല്ല. എല്ലാ കാര്യങ്ങളിലും ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകണമെന്നുമില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും അനുഭവപ്പെടാം. സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കാര്യപരാജയങ്ങൾ ഉണ്ടാകാം. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്ക് പല രീതിയിൽ തടസ്സങ്ങളുണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ കരുതലെടുക്കുക. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വെച്ച് പുലർത്തണം. നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ ജോലിയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കേണ്ടതാണ്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെട്ടേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകാൻ ഇടയുണ്ട്. കസ്റ്റമർമാർ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോവുകയും ചെയ്യാം. അതുകൊണ്ട് വളരെ ആഴത്തിൽ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ വന്നെന്നിരിക്കും. അതിനെയൊക്കെ ശ്രദ്ധയോടെ തരണം ചെയ്യുക. എല്ലാവരോടും സ്നേഹത്തോടെയും ശാന്തതയോടെയും ഇടപെടണം. സംഭാഷണത്തിൽ വിനയവും കരുതലും ശീലമാക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടരുത്. എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധാജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോയാൽ ഒരു പ്രയാസവും ഉണ്ടാകാതെ മുമ്പോട്ട് പോകാം. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഇത് ബാധകമാണ്. വിവാഹ ആലോചനകളിൽ ഒരല്പം കാലതാമസം ഉണ്ടാകുമെങ്കിലും പരിശ്രമം തുടരുക. സമഗ്രമായ സൂര്യരാശി ചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി ചെയ്യേണ്ടതാണ്. അതോടൊപ്പം അത്യന്ത വിശിഷ്ടമായ ശിവമഹേശ്വര ചിന്താമണി മന്ത്രം ദീക്ഷയായി സ്വീകരിച്ച് നിത്യജപം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇങ്ങനെ ഒരു ഉപാസന ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന അതിവിശിഷ്ടമായ നേട്ടങ്ങളും മാറ്റങ്ങളും കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഉത്രാടം നാളുകാർക്ക് ആദ്യ കാൽഭാഗം ധനുക്കൂറിലും പിന്നത്തെ മുക്കാൽ ഭാഗം മകരക്കൂറിലുമാണ് വരുന്നത്. ആദ്യ കാൽഭാഗക്കാർക്ക് ധനുക്കൂറിൻ്റെ ഫലങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. 4ലെ ശനി. പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകും. പ്രവർത്തന രംഗത്ത് പരാജയ സാധ്യത. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യതടസ്സങ്ങൾ, കാലതാമസം. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിലും തടസ്സം. അന്യദേശങ്ങളിൽ വിവിധ ജോലിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വരാവുന്നതാണ്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടം, ബിസിനസ്സിൽ കുറവ് സംഭവിക്കുക, കസ്റ്റമർമാരുമായി അകൽച്ച, മനക്ലേശങ്ങൾ ഇവയുണ്ടാകാം. കുടുംബത്തിൽ ചെറിയ തോതിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം. വിവാഹ ആലോചനകളിൽ കാര്യതാമസം ഉണ്ടാകാം. വിവിധ മേഖലകളിലായി സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാം. സമഗ്രമായ സൂര്യരാശി പ്രശ്നത്തിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി പരിഹാരം ചെയ്യേണ്ടതാണ്. എന്നാൽ ഉത്രാടം ഒടുവിലത്തെ മുക്കാൽ ഭാഗം വരുന്നത് മകരക്കൂറിലാണ്. മകരക്കൂറുകാർക്ക് ശനി വരുന്നത് 3ാം ഭാവത്തിലേക്കാണ്. 3ലെ ശനി മുടി വെച്ചു വാഴും എന്ന് പഴഞ്ചൊല്ല് തന്നെയുണ്ട്. മുടി എന്ന് പറഞ്ഞാൽ എന്താ? മുടി എന്ന് പറഞ്ഞാൽ തലമുടിയല്ല, കിരീടമാണ് ഉദ്ദേശിക്കുന്നത്. മുടി വെച്ച് വാഴുമെന്ന് പറഞ്ഞാൽ കിരീടം വെച്ച് കഴിയും എന്ന് പറഞ്ഞാൽ രാജകീയമായ നിലയിൽ എത്തിച്ചേരുമെന്നാണ് ചുരുക്കം. അപ്പോൾ ഉത്രാടം ഒടുവിലത്തെ മുക്കാൽ ഭാഗം മകരക്കൂറുകാർക്ക് സർവൈശ്വര്യ പ്രാപ്തിയാണ്. പുതിയ ജോലി ലഭിക്കും. ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്.
ആഗ്രഹിക്കുന്ന നല്ല നിലയിലെത്താൻ അവസരമുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, കൂടുതൽ സൗകര്യങ്ങൾ, ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല വാഹനം, വാസസ്ഥലം ഇതെല്ലാം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും. ബിസിനസ് മേഖല വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. എല്ലാ നിലയിലും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. പുതിയ വിവാഹം നടക്കുന്നതാണ്. സാമ്പത്തികമായി വലിയ പുരോഗതി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് സകല രീതിയിലുമുള്ള പുരോഗതിയും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. ജീവിതത്തിൽ എല്ലാവിധ പുരോഗതിയും ഉണ്ടാകും. അതുകൊണ്ട് അത്യന്ത വിശിഷ്ടമായ ശിവ ചിന്താമണി മന്ത്രം ദീക്ഷയായി സ്വീകരിച്ച് നിത്യോപാസന ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇങ്ങനെ ഒരു ഉപാസന ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന അത്ഭുതകരമായ വിശിഷ്ടമായ മാറ്റങ്ങൾ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. തിരുവോണം നാളുകാര് മകരക്കൂറിലുള്ളവരാണ്. അവർക്ക് ശനിയുടെ മാറ്റം 3-ലേക്കാണ്. 3-ലെ ശനിയുടെ വരവ് സർവൈശ്വര്യപ്രദമാണ്. എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും. എല്ലാ വിധത്തിലുമുള്ള കാര്യവിജയവും ലഭിക്കും. പുതിയ ജോലിയിൽ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. ബിസിനസ് മേഖലകളിലും IT മേഖലയിലുമൊക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ ഗുണങ്ങളുണ്ടാകും. സ്ഥാനക്കയറ്റം ലഭിക്കും. ശമ്പള വർധനവിന് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വളരെയധികം സൗകര്യങ്ങൾ അവിടെ ലഭിക്കും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ വാഹനം, വാസസ്ഥലം ഇതെല്ലാം അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി, നേട്ടങ്ങൾ ഇവ കൈവരിക്കാനായിട്ട് സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവേശിക്കുന്നവർക്ക് വളരെ പുരോഗതി ഉണ്ടാകും. നിലവിലുള്ള ബിസിനസ്സുകാർക്ക് തങ്ങളുടെ ബിസിനസ് മേഖല വിപുലീകരിക്കാൻ കഴിയും. പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാനും കഴിയും. ബിസിനസ്സിൻ്റെ അളവ് കൂടും. കസ്റ്റമർമാരുമായി കൂടുതൽ അടുപ്പം പുലർത്തും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും. സന്താനങ്ങളുടെ പുരോഗതിയിൽ വളരെ സന്തോഷം തോന്നും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പരമപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ്. വലിയ ടേണിംഗ് പോയിന്റിൻ്റെ കാലഘട്ടമാണ് വരുന്നത്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടെത്തി പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം അതിവിശിഷ്ടമായ ശിവപ്രസാദ മന്ത്രം നിത്യവും ഉപാസന ചെയ്യുന്നത് അത്ഭുതകരമായ പ്രയോജനം ചെയ്യും. ഇങ്ങനെയുള്ള ഒരു മന്ത്രോപാസന ദീക്ഷയോടുകൂടി പതിവായിട്ട് ചെയ്തു പോകുന്നതിൻ്റെ അവിസ്മരണീയമായ പ്രയോജനങ്ങൾ അനുഭവിച്ചറിയുന്നതാണ് ഉത്തമം. അവിട്ടം നാളിൻ്റെ ആദ്യ പകുതി മകരക്കൂറിലും 2ാം പകുതി കുംഭക്കൂറിലുമാണ് വരുന്നത്. അവിട്ടം ആദ്യ പകുതിക്കാർക്ക് 3-ലാണ് ശനിയുടെ വരവ്. വളരെ നല്ലതാണ്. തൊഴിൽപരമായിട്ട് വളരെ നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക പുരോഗതി നേടും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനും അവസരമുണ്ടാകും. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ പ്രയോജനങ്ങൾ ലഭിക്കും. സാമ്പത്തിക വർധനവ്, സ്ഥാനക്കയറ്റം, കൂടുതൽ സൗകര്യങ്ങൾ, വീട്, വാഹനം ഇതിനൊക്കെ സാധ്യതയുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ പുരോഗതി കൈവരിക്കും. നിങ്ങളുടെ ബിസിനസ് മേഖലയെ വിപുലീകരിക്കാൻ സാധിക്കും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനും അവസരമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കുന്നതാണ്. സാമ്പത്തികമായി വളരെ ഗുണമുണ്ടാവുകയും ചെയ്യും.
അവിട്ടം രണ്ടാം പകുതിക്കാര് കുംഭക്കൂറിലാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 2ലേക്കാണ് ശനിയുടെ വരവ്. അത് അത്ര നല്ലതല്ല. അപ്രതീക്ഷിതമായ കാര്യതടസ്സങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, പ്രവർത്തന പരാജയം, ഇതിനൊക്കെ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എല്ലാ കാര്യങ്ങളിലും കാലതാമസം അനുഭവപ്പെടാം. പുതിയ ജോലി ലഭിക്കുന്നതിന് തടസ്സമുണ്ടാകാം. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കും തടസ്സങ്ങൾ അനുഭവപ്പെടാം. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ ബിസിനസ് മേഖലയെപ്പറ്റി ശരിക്ക് പഠിച്ചു മനസ്സിലാക്കി ശ്രദ്ധയോടെ മുമ്പോട്ട് പോവുക. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും പല പ്രയാസങ്ങളും ഉണ്ടാകാം. സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, ഇതൊക്കെ വരാം. നിങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്തെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കി വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോകണം. ചുരുക്കത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും വളരെ ശ്രദ്ധാപൂർവം സാഹചര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്താൽ വലിയ പ്രയാസമില്ലാതിരിക്കും. കുടുംബത്തിൽ ചെറിയ സ്വസ്ഥതക്കുറവൊക്കെ ഉണ്ടാകും. സംഭാഷണത്തിൽ വേണ്ടത്ര വിനയവും മിതത്വവും ശീലിക്കുക. എല്ലാവരോടും ശാന്തതയോടെയും സ്നേഹത്തോടെയും ഇടപെടുക. എല്ലാ കാര്യങ്ങളും ജാഗ്രതയോടെ ചെയ്യുക. സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ ഉചിത പ്രതിവിധി കാണുന്നത് ഉത്തമമാണ്. അതിവിശിഷ്ടമായ ശിവമൃത്യുഞ്ജയ മന്ത്രം ദീക്ഷ സ്വീകരിച്ച് നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. ഇങ്ങനെ ഒരു മന്ത്രോപാസനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള വിസ്മയമായ മാറ്റങ്ങൾ അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്.